نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم قل لا يعلم من في السماوات والأرض الغيب إلا الله وما يشعرون أيان يبعثون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم പ്രതിഫല ദിവസത്തിന്റെ ഉടമസ്ഥനുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആജ്ഞാനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് അല്ലാഹുവിനെ തഖ്വ ചെയ്ത് അവനെ സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങളിൽ ഓരോരുത്തരോടും അതർഹിക്കുന്ന ഗൗരവമായ ഭാഷയിൽ വസിയ്യത്ത് ചെയ്യുന്നു ഉപദേശിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ സൂക്ഷിച്ച് ജീവിക്കുന്നവരുടെ ഇഷ്ടദാസന്മാരിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഓരോ ദിവസം കഴിയുന്തോറും ഫിത്നകൾ ധാരാളമായി അധികരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ ലോകത്തിന്റെ അവസാനം സംഭവിക്കുന്നതിന് മുന്നേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എണ്ണിപ്പറഞ്ഞ അതിന്റെ അടയാളങ്ങൾ അത് ഓരോന്നും
വ്യത്യസ്ത രൂപത്തിൽ പുലർന്നു കാണുന്ന, അതോടൊപ്പം തന്നെ അവിടെ തട്ടിപ്പറഞ്ഞ കൊലപാതകങ്ങളുമായി ബന്ധപ്പെട്ട ഹദീസുകൾക്ക് നമ്മൾ പരിശോധിക്കുമ്പോൾ മനുഷ്യ മനസ്സിനെ തന്നെ ഞെട്ടിക്കുന്ന വ്യത്യസ്ത തരം കൊലപാതക വാർത്തകളാണ് കഴിഞ്ഞ കുറെ ദിവസങ്ങളായി, മാസങ്ങളായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. പാലക്കാട് നെന്മാറയിൽ നടന്ന കൊലപാതകം, അടുത്ത വീട്ടിലെ നീളക്കൊടിയുള്ള സ്ത്രീയാണ് തന്റെ പ്രശ്നത്തിന് കാരണമെന്ന് ഒരു ജ്യോത്സ്യൻ പറഞ്ഞു കൊടുത്തു. അതിനനുസരിച്ചുകൊണ്ട് തുടരെ തുടരെ ഒരു മനുഷ്യൻ തന്റെ കൊലപാതകം നടത്തുന്ന അവസ്ഥ. 2.5 വയസ്സുകാരിയായ ഒരു കുഞ്ഞിനെ കിണറ്റിൽ എറിഞ്ഞ് കൊന്ന ആ മനുഷ്യൻ സ്വന്തം അമ്മാവനായിരുന്നു. കാരണമായി പറഞ്ഞത് ഈ കുഞ്ഞാണ് തന്റെ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം. ഈ കുട്ടി ജനിച്ചതിന് ശേഷമാണ് ഈ രൂപത്തിൽ പ്രയാസമുണ്ടായത്. അതുകൊണ്ട് തന്നെ എന്റെ പ്രയാസങ്ങൾ കരുതി വരുവാൻ, ദോഷം മാറുവാൻ ആ കുഞ്ഞിനെ കൊന്നു എന്നാണ് ആ പ്രതി പറഞ്ഞത്. പ്രിയമുള്ളവരെ, ഇത്തരം കൊലപാതകങ്ങൾ വെളിച്ചം നൽകുന്നത് എങ്ങോട്ടാണ് നമ്മുടെ സമൂഹം പോയിക്കൊണ്ടിരിക്കുന്നത്? അഭ്യസ്തവിദ്യരായ, ഭൗതിക വിദ്യാഭ്യാസ രംഗത്ത് ഉന്നതമായ മേഖലകളിൽ വിരാജിക്കുന്ന ആളുകൾ ജീവിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന നമ്മുടെ നാട്ടിൽ ഇത്തരം അന്ധവിശ്വാസങ്ങളുടെ, അനാചാരങ്ങളുടെ, ജ്യോത്സ്യന്മാരുടെയും അതുപോലെ തന്നെ കണിയാന്മാരുടെയും തങ്ങന്മാരുടെയും ഒക്കെ അടുത്ത് ചെന്ന് മതം പഠിപ്പിക്കാത്ത ഇത്തരത്തിലുള്ള അനാചാരങ്ങളുടെ പിന്നാലെ പോവുകയും അവർ പറയുന്നതനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് വളരെ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. പ്രിയമുള്ളവരെ, അതുപോലെ ഒരുപാട് കൊലപാതകങ്ങൾ. ഒരു ചെറുപ്പക്കാരൻ സ്വന്തം അച്ഛന്റെ കഴുത്തറുത്ത് കൊന്നത് പിശാച് സേവയ്ക്ക് വേണ്ടിയാണ്, പിശാചിനെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്. എന്നാൽ സമൂഹത്തിൽ മറ്റൊരു വിഭാഗം ആളുകളെയും നമുക്ക് കാണുവാൻ സാധിക്കും. പ്രയാസങ്ങളും അതുപോലെ തന്നെ പ്രതിസന്ധികളും ഉണ്ടാകുമ്പോൾ പ്രശ്നം നോക്കുവാൻ ജ്യോത്സ്യന്മാരെ സമീപിക്കുന്ന മുസ്ലിം നാമധാരികളായ ആളുകളിൽ പോലും ഉണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതോടൊപ്പം ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യമാണ്, ഈ പണി ചെയ്യുന്ന ഉസ്താദുമാർ അല്ലെങ്കിൽ തങ്ങന്മാർ എന്ന് അറിയപ്പെടുന്ന ആളുകൾ, അവർ ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്താൽ അത് പ്രശ്നമാകില്ല എന്ന് വിശ്വസിക്കുന്ന വലിയൊരു ജനവിഭാഗം മുസ്ലിം സമൂഹത്തിൽ ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം നിങ്ങളിപ്പോ താമസിക്കുന്ന വീടാണ് എന്നും ആ വീടിന്റെ കന്നിമൂല ശരിയല്ല എന്നും ഇന്ന ബെഡ്റൂം അത് നിങ്ങൾ സ്ഥാപിച്ചിരിക്കുന്ന ആ സ്ഥലം അത് ശരിയായ ദിശയിലല്ല എന്നും തൊട്ടടുത്തുള്ള ബെഡ്റൂമിന്റെ ജനാല വരേണ്ടത് ഇന്ന സ്ഥലത്തല്ല എന്നും ബാത്റൂം അടക്കം സെപ്റ്റിക് ടാങ്ക് അടക്കം ചെയ്തിരിക്കുന്നത് യഥാർത്ഥ സ്ഥാനത്തല്ല എന്ന രൂപത്തിൽ ആളുകളെ ധൈര്യപ്പെടുത്തുകയും അത് വിശ്വസിച്ചുകൊണ്ട് വർഷങ്ങൾ കാത്തിരുന്ന് ലക്ഷങ്ങൾ മുടക്കി ഉണ്ടാക്കിയ വീടുകൾ പോലും അഴിച്ചു പണിയുവാൻ അല്ലെങ്കിൽ പൊളിച്ചു മാറ്റുവാൻ, അവിടെ നിന്ന് താമസം മാറുവാൻ ഇത്തരം ആളുകളുടെ പ്രേരണ കൊണ്ട് അവരുടെ അടുക്കിലേക്ക് പോകുന്ന ആളുകൾ അത് വിശ്വസിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു കാലഘട്ടം. പ്രിയമുള്ളവരെ, ഇങ്ങനെ ലക്ഷങ്ങൾ മുടക്കി ഉണ്ടാക്കുന്ന എന്തും
അസമാധാനത്തിന്റെ അല്ലെങ്കിൽ ആ നിലക്കുള്ള പ്രശ്നപരിഹാരത്തിനായി മാറ്റിയെടുക്കുവാൻ, ഇല്ലാതാക്കുവാൻ മനുഷ്യർ തയ്യാറാണ്. കാരണം എന്താണ്? സമാധാനമില്ലാത്ത ഒരവസ്ഥ. എങ്ങ് നോക്കിയാലും എവിടെ നോക്കിയാലും പ്രശ്നങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നിറഞ്ഞൊരു അന്തരീക്ഷത്തിലൂടെയാണ് മനുഷ്യൻ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ യഥാർത്ഥമായ ഒരു വിശ്വാസി ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി വിശ്വസിച്ച് അതിനനുസരിച്ചുകൊണ്ട് കണിശമായ രൂപത്തിൽ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നവനല്ലാതെ ഈ മേഖലകളിലെല്ലാം തളർന്നു വീഴുമെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഏത് പ്രതിസന്ധി വന്നാലും, ചെറിയൊരു പ്രയാസം വന്നാൽ, പരീക്ഷണം വന്നാൽ ആളുകൾ ഓടുകയാണ്. അള്ളാഹുവിൽ വിശ്വാസമില്ലാത്ത, അല്ലെങ്കിൽ മുസ്ലിമാണ് എന്ന പേരുകൊണ്ട് മാത്രം മുസ്ലിമായ ആളുകൾ ഇത്തരത്തിൽ ദർഗകളിൽ നിന്ന് ദർഗകളിലേക്ക്, ഏതെങ്കിലും ആളുകൾ പറയുന്നത് അനുസരിച്ചുകൊണ്ട് തങ്ങന്മാരുടെ അടുക്കിലേക്ക്, ജ്യോത്സ്യന്മാരുടെ അടുക്കിലേക്ക്, ഇങ്ങനെ ഒരു ജ്യോതിശാലയിൽ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഇങ്ങനെ മാറി മാറി പോയിക്കൊണ്ടിരിക്കുമ്പോൾ സമാധാനം കിട്ടുന്നില്ല. പ്രിയമുള്ളവരെ, ആരാണ് ഇത്തരം ആളുകൾക്ക് അധികാരം കൊടുത്തത്? ഗൈബിയായ മറഞ്ഞ വഴിക്കുള്ള കാര്യങ്ങൾ അറിയുവാനും ആ മനുഷ്യന്റെ മറഞ്ഞ കാര്യങ്ങൾ അറിഞ്ഞത് അതിനനുസരിച്ചു കൊണ്ടുള്ള പ്രതിവിധി ചെയ്യുവാനും ആർക്കാണ് ഇവർക്ക് അധികാരം കൊടുക്കുന്നത്? ആരും ഇവർക്ക് അധികാരം കൊടുത്തിട്ടില്ല എന്ന് മാത്രമല്ല, നമ്മളെ പോലെയുള്ള കേവലം സാധാരണ മനുഷ്യർ തന്നെയാണ് ഇവർക്ക്. നോക്കൂ, വിശുദ്ധ ഖുർആൻ സൂറത്തുൽ നംലിലെ 65-ൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു: ഖുൽ ലാ യഅലമു മൻ ഫിസ് സമാവാതി വൽ അർദിൽ ഗൈബ ഇല്ലല്ലാഹ് വമാ യശ്ഉറൂന അയ്യാന യുബ്അസൂൻ. അല്ലാഹു പറയുന്നു, പ്രവാചകരെ താങ്കൾ പറഞ്ഞു കൊടുക്കുക, ഖുൽ ലാ യഅലമു മൻ ഫിസ് സമാവാതി വൽ അർദിൽ ഗൈബ ഇല്ലല്ലാഹ്. ലോകത്തിന്റെ സൃഷ്ടാവായ അല്ലാഹുവല്ലാതെ ഒരു അദൃശ്യജ്ഞാനവും അറിയുന്നവർ ഇല്ല എന്ന് താങ്കൾ പറഞ്ഞു കൊടുക്കുക. പ്രവാചകരെ, ആരുടെ അടുക്കലേക്കാണോ മനുഷ്യർ പോകുന്നത്? ഭാവി അറിയുവാൻ, പ്രയാസങ്ങൾ മാറുവാൻ നിങ്ങൾ പോകുന്ന ആളുകളുടെ അവസ്ഥ എന്താണ്? വമാ യശ്ഉറൂന അയ്യാന യുബ്അസൂൻ. എന്നാണ് ഉയർത്തെഴുന്നേൽപ്പ് എന്ന് പോലും അറിയാൻ സാധിക്കാത്ത ദുർബലരായ ആളുകളുടെ അടുക്കലേക്കാണ് അവർ പോകുന്നത് എന്ന് പറഞ്ഞു കൊടുക്കൂ നബിയേ എന്ന് വിശുദ്ധ ഖുർആൻ. പ്രിയമുള്ളവരെ, ഇത് മനസ്സിലാക്കിയ വിശ്വാസികളാണ്, അല്ലെങ്കിൽ ഇതിന്റെ വക്താക്കളായ മുസ്ലിമീങ്ങളാണ് ഭൂരിഭാഗവും ഇത്തരം പണികൾ ചെയ്യുന്നത് എന്നുള്ളത് സങ്കടകരമാണ്. വിശുദ്ധ ഖുർആൻ ആരാണ് ഒരു വിശ്വാസി? ഒരു വിശ്വാസി ആരായിരിക്കണം? അവന്റെ വിശ്വാസം എന്താണ് എന്ന് വ്യക്തമായി അള്ളാഹുവിന്റെ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഖുർആൻ സൂറത്ത് യൂനുസിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു: വഇൻ യംസസ്കല്ലാഹു ബിദുർരിൻ ഫലാ കാശിഫ ലഹു ഇല്ലാ وَإِن يَمْسَسْكَ اللَّهُ بِضُرٍّ فَلَا كَاشِفَ لَهُ إِلَّا هُوَ. നിനക്ക് അല്ലാഹു വല്ല ദോഷവും ഉണ്ടാക്കുവാൻ, അല്ലാഹു നിനക്ക് വല്ല ദോഷവും ഏൽപ്പിക്കുവാൻ ഉദ്ദേശിക്കുന്ന പക്ഷം അവനൊഴികെ അത് നീക്കം ചെയ്യുവാൻ ആരുമില്ല. ഇതാണ് മുസ്ലിമിന്റെ വിശ്വാസം. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി വിശ്വസിക്കുന്ന ഒരു വിശ്വാസി, ഈ വിശ്വാസം അവന്റെ ഹൃദയത്തിൽ രൂഢമൂലമായാൽ ഏത് പ്രതിസന്ധിയും പ്രയാസവും കടന്നു വന്നാലും റബ്ബിൽ തവക്കുൽ ചെയ്ത് ധൈര്യസമേതം അവന് നിൽക്കുവാനുള്ള ഊർജം ഇത്തരം ആയാത്തുകൾ നമുക്ക് നൽകുമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. തുടർന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു: യുസീബു ബിഹി മൻ യശാ മിൻ ഇബാദിഹി.
വഹുവൽ ഗഫൂറുർ റഹീം. അവന്റെ അനുഗ്രഹത്തെ തട്ടിമാറ്റാനും അതുപോലെ തന്നെ അവൻ നിങ്ങൾക്ക് വിധിച്ചത് തരാനും മറ്റൊരാളുമില്ല എന്ന് പറഞ്ഞ ശേഷം അള്ളാഹു പറഞ്ഞു തന്റെ ദാസന്മാരിൽ നിന്ന് താൻ ഉദ്ദേശിക്കുന്നവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹം അനുഭവിപ്പിക്കുന്നു. വഹുവൽ ഗഫൂറുർ റഹീം. അവൻ ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാണ് എന്ന് വിശുദ്ധ ഖുർആൻ. പ്രിയമുള്ളവരെ, ഒരു വിശ്വാസി അവന്റെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മുസ്ലിമീങ്ങളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം ജീവിതം എന്നുള്ളത് അതൊരു പരീക്ഷണമായി പഠിപ്പിക്കപ്പെട്ട ആളുകളാണ് നമ്മളെല്ലാവരും. ഈ ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ചോദിക്കാതെ ഏതോ ഒരു മാതാവിന്റെയും പിതാവിന്റെ സന്താനമായി അള്ളാഹു ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് റബ്ബ് നമുക്കൊരു ജീവിതം നൽകിയിട്ടുണ്ട് എങ്കിൽ നമ്മുടെ മരണത്തിന്റെയും ജനനത്തിന്റെയും മരണത്തിന്റെയും ഇടയിലുള്ള ആ ചെറിയൊരു കാലഘട്ടത്തിൽ എന്തൊക്കെയാണ് നമ്മൾ നേടിയെടുക്കേണ്ടത് എന്നും ഏതൊക്കെ പ്രതിസന്ധിയിലൂടെയും പ്രയാസങ്ങളിലൂടെയുമാണ് നമ്മൾ കടന്നു പോകേണ്ടത് എന്നും കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരു വിശ്വാസി എന്ന നിലയ്ക്ക് പ്രിയമുള്ളവരായ ഈ വിശ്വാസമാണ് നമ്മുടെ ഹൃദയത്തിൽ അടിസ്ഥാനപരമായി ഉണ്ടാകേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഏതേത് ചെറുതും വലുതുമായ കാര്യങ്ങൾ, സന്തോഷ സന്താപങ്ങളെല്ലാം അള്ളാഹുവിന്റെ വിധിക്കനുസൃതമായി കൊണ്ട് അവൻ രേഖപ്പെടുത്തിയതിനനുസരിച്ച് കൊണ്ടല്ലാതെ സംഭവിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ആ രൂപത്തിൽ ഹൃദയത്തിൽ വിശ്വസിക്കുന്ന, പൂർണ്ണമായ റബ്ബിൽ തവക്കുൽ ചെയ്ത് ജീവിക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പ്രതിസന്ധികളിൽ പതറാതെ നിൽക്കുവാൻ അവന് സാധിക്കുമെന്നുള്ളതാണ്. വിശുദ്ധ ഖുർആൻ തന്നെ അത് നമുക്ക് പറഞ്ഞു തന്നു. ഈ ലോക ജീവിതം അത് പ്രയാസങ്ങളുടെ, പരീക്ഷണങ്ങളുടെ, വിശ്വാസി സമൂഹത്തെ സംബന്ധിച്ച് പോലും വിശുദ്ധ ഖുർആനും ഹദീസും പറഞ്ഞത് ഈമാനികമായി അവർ പരീക്ഷിക്കപ്പെടും. സത്യത്തിന്റെ വക്താക്കളായ ആളുകൾ അവർ സമൂഹ മധ്യത്തിൽ കള്ളന്മാരാണെന്ന് പ്രചരിപ്പിക്കപ്പെടുന്ന കാലഘട്ടം വരും. തളരാനല്ല, അവിടെ നിന്നുപോകാനല്ല, എല്ലാം അറിഞ്ഞ് വിട്ടഴിഞ്ഞ് ഉപേക്ഷിച്ച് മാറിയാൽ ഇതിലൊന്നുമില്ല എന്ന് മാറിപ്പോകുവാനുമല്ല അള്ളാഹുവിന്റെ മതം പഠിപ്പിച്ചത്. പിന്നെ അതിൽ ആ ഒരു തീഷ്ണമായ പരീക്ഷണങ്ങളിലൂടെ നമ്മെ കടത്തിവിട്ട് നമ്മെ സംസ്കരിച്ച് നാളെ ഇൻഷാ അല്ലാഹ് പരലോകത്ത് നാം അനുഭവിക്കുന്ന ഓരോ പ്രതിസന്ധികൾക്കും പ്രയാസങ്ങൾക്കും അതിന്റെ അളവുകോൽ അനുസരിച്ചുകൊണ്ട് അളന്നു തൂക്കി കൃത്യമായി പ്രതിഫലം നമുക്ക് അല്ലാഹു തരും എന്നുള്ളതാണ് അള്ളാഹുവിന്റെ മതം നമ്മോട് പറയുന്നത്. ലോകത്ത് പല ഉപകരണങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. ചൂട് അളന്നു നോക്കുവാൻ, തണുപ്പ് അളന്നു നോക്കുവാൻ, അല്ലെ, പല രൂപത്തിലും ശാസ്ത്ര സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് എല്ലാം മനസ്സിലാക്കുവാനുള്ള ഉപകരണങ്ങൾ എന്ന നിലവിലുണ്ട്. എന്നാൽ മനുഷ്യന്റെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന നൊമ്പരം ഒരു മനുഷ്യന്റെ ഹൃദയത്തെ, ഒരു വിശ്വാസിയെ കുത്തിനോവിച്ച് അവന്റെ ഹൃദയത്തെ കീറിമുറിച്ച് വാക്കുകൾ കൊണ്ട് പ്രയാസപ്പെടുത്തുമ്പോൾ അവന്റെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന ഹൃദയ നൊമ്പരം അത് അളന്നു നോക്കി കൃത്യമായി അതിനുള്ള പ്രതിഫലം നൽകുവാൻ, ആ വിഷമത്തിന്റെ, പ്രയാസത്തിന്റെ, ബുദ്ധിമുട്ടിന്റെ അളവ് നോക്കി അളന്നെടുക്കുവാനുള്ള ഉപകരണം അത് ലോകത്തിൽ എങ്ങും ഉള്ളതായ അറിവില്ല. പ്രിയമുള്ളവരെ, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹൃദയത്തെ സംവിധാനിച്ച റബ്ബ് കൃത്യമായി അത് മനസ്സിലാക്കി തരും, അല്ലെങ്കിൽ അവൻ അതിന് കൃത്യമായ പ്രതിഫലം നൽകും എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, വിശുദ്ധ ഖുർആൻ നമ്മോട് പറഞ്ഞത് വലനബ്ലുവന്നകും ബിശ്ശർരി വൽ ഖൈരി ഫിത്ന വഇലൈനാ തുർജഊൻ. ജീവിതം, ഈ ലോകത്ത് നമുക്ക് അല്ലാഹു ജീവിതം നൽകി. ആ ജീവിതത്തിൽ എപ്പോഴും സന്തോഷം, ഒരു നിലയ്ക്കും പ്രയാസമോ പ്രതിസന്ധിയോ പ്രശ്നങ്ങളോ ഇല്ലാത്ത നല്ല സുഖസുന്ദരമായ ജീവിതം തരാമെന്ന് അല്ലാഹു പറഞ്ഞിട്ടില്ല. നേരെ മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് വലനബ്ലുവന്നകും ബിശ്ശർരി വൽ ഖൈരി ഫിത്ന. ഒരു പരീക്ഷണം എന്ന നിലയിൽ തിന്മ നൽകിക്കൊണ്ടും നന്മ നൽകിക്കൊണ്ടും നിങ്ങളെ നാം പരിശോധിക്കുന്നതാണ്. വഇലൈനാ തുർജഊൻ. നമ്മുടെ അടുത്തേക്ക് തന്നെ നിങ്ങൾ മടക്കപ്പെടുകയും ചെയ്യും എന്ന് വിശുദ്ധ ഖുർആൻ. അപ്പോ
ഇത് മനസ്സിലാക്കിയ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഏത് പ്രതിസന്ധി വന്നാലും അവൻ തളരുകയില്ല എന്ന് മാത്രമല്ല, ആത്മഹത്യയിലേക്ക് ഇത്തരം ജ്യോതിഷന്മാരുടെ കണിയാന്മാരുടെ അടുക്കലേക്ക് പോയി തങ്ങളുടെ വിശ്വാസം പണയപ്പെടുത്തുന്ന ഒരവസ്ഥ അവന്റെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല. പ്രിയമുള്ളവരെ, അതോടൊപ്പം തന്നെ മറ്റു ചില ആളുകളെ സമൂഹത്തിൽ കാണാം. ഇത്തരം ജ്യോതിഷന്മാരുടെ വാക്കുകൾ കേട്ട് ഈ ചെയ്തികൾ ചെയ്യുന്ന ആളുകൾക്ക് പുറമെ സമൂഹത്തിൽ പൈശാചികമായ എന്തെങ്കിലും ശല്യമുണ്ടാകുമ്പോൾ അത് പൈശാചികമായ ശല്യമാണ് എന്ന് പറയുകയും എന്നിട്ട് അതിന്റെ പ്രശ്നപരിഹാരത്തിനായി പിശാച് സേവയും അതുപോലെ തന്നെ മാട്ടുമാരണങ്ങളുമായി നടക്കുന്ന സിഹറുമായി ബന്ധപ്പെട്ട ആഭിചാര ക്രിയകളുമായി ആ രൂപത്തിൽ നടക്കുന്ന ആളുകളെ സമൂഹത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. പിശാചിനെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് അതിലൂടെ പരിഹാരം കാണാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ പരിശ്രമിക്കുന്ന ആളുകളെയും സമൂഹത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. പ്രിയമുള്ളവരെ, പൈശാചികമായ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും എന്നുള്ളത് അഹിംസയുടെ വിശ്വാസമാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഇത്തരത്തിൽ അനാചാരങ്ങളെയും അന്ധവിശ്വാസങ്ങളെയും മതത്തിന്റെ വേദിക്കെട്ടുകൾ തകർത്തുകൊണ്ട് തങ്ങളുടെ ആഗ്രഹ സാഫല്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ സമ്പത്ത് നേടിയെടുക്കുവാൻ വേണ്ടി ഇത്തരം ദുർമന്ത്രവാദികൾ ചെയ്യുന്നതിനെ നിരാകരിക്കുന്നു എന്നതിന്റെ പേരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഹദീസിൽ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ ഹദീസിൽ ഖുർആൻ നസ്സുകൊണ്ട് സ്ഥിരപ്പെട്ട കാര്യങ്ങളെ നിഷേധിക്കുന്ന ആളുകളെ, അത് മതത്തിന്റെ ഭാഗമായി വിശ്വസിക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. സിഹറിനെ, കണ്ണേറിനെ, അതുപോലെ തന്നെയുള്ള പൈശാചികമായ ഉപദ്രവങ്ങളെ നിഷേധിക്കുന്ന ആളുകളെയും കാണാം. സാന്ദർഭികമായി നമ്മൾ മനസ്സിലാക്കണം, അതും ഹക്കായ മാർഗമല്ല. വിശുദ്ധ ഇസ്ലാം എന്നുള്ളത്, പ്രിയമുള്ളവരെ, അതെന്താണ്? അത് വസതിയ്യത്താണ്, ഒരു മധ്യമ നിലപാടാണ്, അല്ലേ? അപ്പൊ പൈശാചികമായ ഇത്തരം പ്രതിസന്ധി വരുമ്പോ എന്താണ് ഒരു വിശ്വാസി ചെയ്യേണ്ടത്? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്കത് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അള്ളാഹുവിന്റെ ഖുർആൻ നമുക്കത് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എത്രയെത്ര ആയാത്തുകൾ, അല്ലേ? വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫാത്തിഹയ്ക്ക് റുഖിയ എന്നൊരു പേരുണ്ട്. എന്തുകൊണ്ടാണ് റുഖിയ എന്ന പേര് വന്നത്? അത് മന്ത്രത്തിനായി ഉപയോഗിക്കുന്നു, അല്ലെ? അള്ളാഹുവിനോട് സഹായം തേടിക്കൊണ്ട് റബ്ബിനോട് എല്ലാം ഇറക്കി വെച്ച് പൈശാചികമായ ഉപദ്രവത്തിൽ നിന്ന് രക്ഷ നേടുവാൻ സൂറത്തുൽ ഫാത്തിഹ ഉപയോഗിക്കുന്നത് കൊണ്ടാണ് അത്തരത്തിൽ പേര് വന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ അഊദു ബികലിമാത്തില്ലാഹി താമ്മ മിൻ ശർരി മാ ഖലഖ, അഊദു ബികലിമാത്തില്ലാഹി താമ്മ മിൻ കുല്ലി ശൈത്താനിൻ വഹാമ്മ വമിൻ കുല്ലി ഐനിൻ ലാമ്മ. അതുപോലെ തന്നെ ഹസ്ബിയല്ലാഹ് ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അളീം. ഇങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത ധാരാളം അദ്കാറുകൾ ഈ വിഷയത്തിലും നമുക്കുണ്ട്. പിന്നെ എന്തിനാണ് പ്രിയമുള്ളവരെ ഇത്തരത്തിലുള്ള ആളുകളുടെ അടുക്കലേക്ക്, അല്ലെങ്കിൽ പൈശാചികമായി എന്ന് നമുക്ക് തോന്നുന്ന ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ അല്ലാഹു കൽപ്പിക്കാത്ത മാർഗത്തിലേക്ക് നമ്മൾ വഴിതെറ്റിക്കപ്പെടുന്നത്? അവിടെയാണ് തവക്കുൽ എന്ന റഹ്മാനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ ശരിയായ രൂപത്തിലുള്ള തവക്കുൽ ഇല്ലാത്തതാണ് മനസ്സ് ചാഞ്ചാടി പോകുവാൻ ഉള്ള കാരണമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സമൂഹത്തിൽ ഇത്തരത്തിലുള്ള കൊലപാതകങ്ങളും അനിഷ്ട സംഭവങ്ങളും ഈ രൂപത്തിൽ അധികരിച്ചു വരുമ്പോൾ ഒരു വിശ്വാസി എന്നുള്ള നിലയിൽ, പ്രിയമുള്ളവരെ, നമുക്കൊക്കെ ഒരുപാട് പാഠങ്ങൾ അതിൽ പഠിക്കാറുണ്ട്, അല്ലെ? ഏതേത് വാർത്തകൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാലും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പഠിക്കാൻ അതിൽ ഒരുപാട് പാഠങ്ങളുണ്ട്. കാരണം അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കലും കളവ് പറയുകയില്ല എന്നും അവിടുത്തെ നാവിൽ നിന്ന് വരുന്ന ഓരോ വാചകങ്ങളും അല്ലാഹുവിന്റെ വഹയിന്റെ അടിസ്ഥാനത്തിലാണ് എന്നത് ഓരോ ദിവസം കഴിയുന്തോറും സത്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സംഭവങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ നമ്മുടെ നാടുകളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഓരോ ദിവസത്തെ കൊലപാതകങ്ങൾ എടുത്ത് നിങ്ങൾ പരിശോധിച്ചു നോക്കൂ. എന്നിട്ട് ഖിയാമത്തിന്റെ അലാമാത്തുകൾ പറഞ്ഞ ഹദീസുകളുമായി നിങ്ങൾ അതൊന്ന് തട്ടിച്ചു നോക്കൂ. എത്ര വ്യക്തമായിട്ടാണ് ആ രൂപത്തിലുള്ള കൊലപാതകങ്ങളും വ്യഭിചാരം, അതുപോലെ തന്നെ എല്ലാവിധ തോന്നിയവാസങ്ങളും
അധികരിക്കുന്നത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഇവിടെ പ്രിയമുള്ളവരെ, വിശ്വാസി എന്ന നിലക്ക് ഇതിനൊക്കെയുള്ള ഒരേ ഒരു പരിഹാരം ലാ ഇലാഹ ഇല്ലല്ലാഹ് മനസ്സിലാക്കിയ ഒരു വിശ്വാസിക്ക് മുസ്ലിമിനുള്ള ഏക പരിഹാരം ആ റബ്ബിൽ തവക്കുൽ, ശരിയായ രൂപത്തിലുള്ള തവക്കുൽ നേടിയെടുക്കുക എന്നുള്ളതാണ്. അല്ലാഹുവിലുള്ള ശരിയായ തവക്കുലാണ് പരിഹാരം. വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വതവക്കൽ അലൽ ഹയ്യിൽ ലദീ ലാ യമൂത്. നിങ്ങൾ തവക്കുൽ ചെയ്യേണ്ടത്, നിങ്ങൾ ഭരമേൽപ്പിക്കേണ്ടത് അലൽ ഹയ്യിൽ ലദീ ലാ യമൂത്, മരണമെന്നുള്ളതില്ലാത്ത എന്നെന്നും ജീവിച്ചിരിക്കുന്നവനായ അല്ലാഹുവിൽ നീ ഭരമേൽപ്പിക്കുക. വസബ്ബിഹ് ബിഹംദിഹി, അതുപോലെ തന്നെ അവനെ സ്തുതിക്കുന്നതോടൊപ്പം അല്ലാഹുവിൽ തവക്കുൽ ചെയ്യുകയും അവനെ സ്മരിക്കുകയും അവനെ പ്രകീർത്തിക്കുകയും ചെയ്യുന്നതോടൊപ്പം അല്ലാഹു പറയുകയാണ്, തന്റെ ദാസന്മാരുടെ പാപങ്ങളെ പറ്റി സൂക്ഷ്മജ്ഞാനമുള്ളവനായിട്ട് അവൻ തന്റെ മതിയായവനാണ്. പാപം പൊറുക്കാനാകട്ടെ, നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യമുണ്ടാക്കാനാകട്ടെ, പ്രയാസങ്ങളെ മാറ്റുവാനാകട്ടെ, മലിക്കുൽ ജബ്ബാറായ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്കല്ലാതെ സാധ്യമല്ല. നമ്മുടെ ശരീരത്തിലെ ഒരു രോഗം പോലും അവരറിയാതെ അടർന്നു വീഴുകയില്ല. അതാണ് തവക്കുൽ, അതാണ് തൗഹീദ്. അല്ലേ, മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ആദർശ പിതാവായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നത് അതാണ്. പ്രിയമുള്ളവരെ, ഇബ്രാഹിം നബി അലൈഹിസ്സലാം, അല്ലേ, ഒരു രാജ്യം മുഴുവൻ, ഒരു സമൂഹം മുഴുവൻ തന്നെ കൊലപ്പെടുത്താൻ, ആ ഒരു വലിയ തീക്കുണ്ടാരമുണ്ടാക്കുവാൻ നേർച്ച നേടുന്ന സന്ദർഭത്തിൽ പോലും, വലിയ തീക്കുണ്ടാരമുണ്ടാക്കി അതിലേക്ക് എറിയുന്ന സന്ദർഭത്തിൽ പോലും ഒരു ലവലേശം ചാറ്റാട്ടം ആ മഹാപ്രവാചകന് വന്നിട്ടില്ല എന്നുള്ളത് വിശുദ്ധ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അപ്പോ ആ പ്രവാചകന്മാരുടെ വിശ്വാസവും ആ ഒരു ആദർശനിഷ്ഠയും കാത്തു സൂക്ഷിക്കുവാൻ പഠിപ്പിക്കപ്പെട്ട വ്യക്തികൾ എന്ന നിലയിൽ, വിശ്വാസികൾ എന്ന നിലയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ ശരിയായ തവക്കുലോടുകൂടി ജീവിക്കലാണ് ഇത്തരം പ്രയാസങ്ങളും അതുപോലെ തന്നെയുള്ള പ്രതിസന്ധികളിലും നമുക്കുള്ള പരിഹാരം. മറ്റൊരിടത്ത് അല്ലാഹു പറഞ്ഞു, വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹു. ആരാണോ അല്ലാഹുവിൽ തവക്കുൽ ചെയ്യുന്നത്, ശരിയായ നിലയിൽ അല്ലാഹുവിൽ ഭരമേൽപ്പിക്കുന്നത് ആരാണോ, ഫഹുവ ഹസ്ബുഹു, അവന് അല്ലാഹു തന്നെ മതിയായവനാണ്. പറയുമ്പോൾ പലപ്പോഴും നമുക്കിത് തോന്നിയിട്ടുണ്ടോ എന്നുള്ളതാണ്. നമ്മളിതൊരു ആയത്തായി അല്ലെങ്കിൽ പ്രസംഗിക്കാൻ ഒരു വിഷയമായി ഖതീബ് പറയുമ്പോ പറയുന്ന ഖതീബിനും കേൾക്കുന്ന ആളുകൾക്ക് ഇത് തോന്നിയിട്ടുണ്ടോ എന്നുള്ളത് സുബ്ഹാനല്ലാഹ് നമ്മൾ വളരെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അല്ലാഹു പറയുന്നത്, വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹു. നമ്മൾ ശ്രദ്ധിച്ച അല്ലാഹു പറയുന്നത്, എന്നിൽ തവക്കുൽ ചെയ്താൽ, തവക്കുൽ ചെയ്യേണ്ട രൂപത്തിൽ തവക്കുൽ ചെയ്താൽ അവന് അല്ലാഹു തന്നെ മതിയായവനാണ് എന്ന് ലോകത്തിന്റെ സൃഷ്ടാവായ മലിക്കുൽ ജബ്ബാറായ അല്ലാഹു പറയുകയാണ്. പ്രിയമുള്ളവരെ, എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്നല്ലാഹ ബാലിഗു അംരിഹി, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ കാര്യം പ്രാപിക്കുന്നവനാകുന്നു. ഖദ് ജഅലല്ലാഹു ലികുല്ലി ഷൈഇൻ ഖദറ, ഓരോ കാര്യത്തിനും അല്ലാഹു ഒരു ക്രമം ഏർപ്പെടുത്തി വെച്ചിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഏത് സംഭവം സംഭവിക്കുമ്പോഴും അത് അല്ലാഹുവിന്റെ തഖ്ദീർ, ക്രമപ്രകാരമാണ്, അല്ലാഹു തീരുമാനിച്ചത് പ്രകാരമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ആ നിലക്ക് ജീവിതത്തെ കാണുവാനും ഈ ലോക ജീവിതം അതൊരു പരീക്ഷണമാണ് എന്നും ഏത് നിമിഷവും നമ്മൾ ഇവിടെ നിന്ന് യാത്രയാകേണ്ടവരാണ് എന്നും ഇതൊക്കെ കൂട്ടിവെച്ച് പ്രിയമുള്ളവരെ, ഒരു യാത്രക്കാരനെ പോലെ ഇവിടെ ജീവിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും അടിപതറാതെ റബ്ബിൽ തവക്കുൽ ചെയ്ത് ജീവിച്ചാൽ നമ്മെ കാത്തിരിക്കുന്നത് പരലോകത്ത് അനന്തമായ സുഖാനുഭൂതികളുടെ ലോകമാണ് എന്ന് വിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചു തരുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിലക്ക് തവക്കുൽ ചെയ്ത് പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും റബ്ബിൽ തവക്കുൽ ചെയ്ത് അല്ലാഹുവിന്റെ ദീന് നമുക്ക് പഠിപ്പിച്ചു തന്ന രൂപത്തിലുള്ള ചികിത്സകളും ആ നിലക്കുള്ള അദ്കാറുകളും വിശുദ്ധ ഖുർആനിന്റെ ആയാത്തുകളിലൂടെ മനസ്സമാധാനം നേടുന്ന ആളുകളിൽ നാം എല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉൾച്ചേർത്ത്
അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. ഒരിക്കൽ കൂടി അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് വസിയത്ത്. പ്രിയമുള്ളവരെ, നമ്മുടെ നാടുകളിൽ മതത്തിന്റെ മേഖലയിൽ, ഇബാദത്തിന്റെ മേഖലയിൽ ഒരുപാട് അനാചാരങ്ങൾ വിശിഷ്യ മുസ്ലിം സമൂഹം ഈ ഒരു മാസത്തിൽ ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. ഇത്തരണത്തിൽ ശുദ്ധമായ ഖുർആൻ അത് അവതീർണമായത് ശഅബാൻ 15-നാണ് എന്ന് പറയുകയും അത് പ്രചണ്ഡമായി പ്രചരിപ്പിക്കുകയും, ആ ശഅബാൻ 15-ന്റെ പേരിൽ ഖുർആൻ അവതീർണമായ മാസമാണ് അല്ലെങ്കിൽ 15-നാണ് എന്ന് പറഞ്ഞ് അവിടെ ഒരു പ്രത്യേക നോമ്പും ഒരു പ്രത്യേക രൂപത്തിലുള്ള ആരാധനാ ക്രമവും ഒക്കെ സമൂഹത്തിൽ പണ്ടുകാലം മുതലേ തുടർന്നു വരുന്നു. അതിപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് വിശുദ്ധ ഖുർആൻ കൊണ്ട്, ഹദീസുകൾ കൊണ്ട്, സഹീഹായ ഹദീസുകൾ കൊണ്ട് സ്ഥിരപ്പെടുത്തുവാൻ സാധിക്കാത്ത ഒരു കാര്യമാണ് അത് നമ്മൾ മനസ്സിലാക്കുന്നത്. ബറാഅത്ത് നോമ്പായിരുന്നാലും ഏതൊക്കെ പേരിട്ട് നമ്മൾ അത്തരത്തിലുള്ള അനാചാരങ്ങൾ ചെയ്യുമ്പോൾ ഒരു വിശ്വാസി എന്ന നിലയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കർമ്മങ്ങൾ നമ്മൾ ചെയ്യുന്നത് എന്തിനാണ്? അള്ളാഹു എന്നിൽ നിന്നത് സ്വീകരിച്ച് അതിന് പ്രതിഫലം നൽകണമെന്ന് ഉദ്ദേശിക്കുക. അപ്പൊ അള്ളാഹു പ്രതിഫലം നൽകണമെങ്കിൽ അത് അള്ളാഹു പഠിപ്പിച്ച രൂപത്തിൽ ചെയ്യലാണ്. അഷ്റഫുൽ ഖൽഖിന്റെ കയ്യൊപ്പില്ലാത്ത, അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചു തരാത്ത ഒന്നും അള്ളാഹുവിന്റെ പ്രതിഫലം കാംക്ഷിച്ച് നമ്മൾ ചെയ്താൽ അത് സ്വീകരിക്കപ്പെടുകയില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലഅനല്ലാഹു മൻ ആവാ മുഹദ്ദിസൻ. ബിദ്അത്തിൽ, ജീവിതത്തിൽ ദീനിൽ പുതിയ പുത്തനാചാരങ്ങൾ കൊണ്ടുവന്ന ആളുകൾ, ആ ബിദ്അത്തിന്റെ ഒക്കെ ആ ഒരു ഗൗരവം പറയുന്ന ഹദീസ് പറഞ്ഞതിന് ശേഷം അത് നരകത്തിലേക്കാണ്, വഴികേടാണ് എന്ന് പഠിപ്പിച്ച ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ധരിച്ച മുസ്ലിം ഉദ്ധരിക്കുന്ന ഒരു ഹദീസിന്റെ അവസാനത്തിൽ നമുക്ക് ഇങ്ങനെ കാണാം, വലഅനല്ലാഹു മൻ ആവാ മുഹദ്ദിസൻ. പുത്തനാചാരം, ദീനിൽ ബിദ്അത്ത് ഉണ്ടാക്കിയ ഒരുവന് അഭയം നൽകിയവനെ അല്ലാഹു ശപിച്ചിരിക്കുന്നു. പലപ്പോഴും സമൂഹം കാണുന്നത് അങ്ങനെയാണ്. സമൂഹത്തിന് ഖുർആനിൽ കൊണ്ട്, ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ട ആരാധനകൾ, ദിക്റുകൾ, അതുപോലെ തന്നെ നോമ്പുകൾ, അത് ചെയ്യാൻ വലിയ ഇഷ്ടമാണ്. എന്നാലോ ഇത്തരത്തിലുള്ള ബിദ്അത്ത് ചെയ്യുവാൻ, അതിനെ പ്രൊമോട്ട് ചെയ്യുന്ന ആളുകളുടെ ജുബ്ബയുടെ നീളം കണ്ട്, അല്ലെങ്കിൽ അയാളുടെ തലപ്പാവിന്റെ വലിപ്പം കണ്ട് അയാളെ ആദരിക്കുകയും അയാളെ പ്രൊട്ടക്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു അവസ്ഥ, അല്ലെങ്കിൽ അതിനുവേണ്ടി മരിക്കാൻ തയ്യാറാകുന്ന ഒരവസ്ഥ, ബിദ്അത്തിന് വേണ്ടി. പ്രിയമുള്ളവരെ, ഗൗരവം ഒരിക്കലും ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ പാടില്ല. നോമ്പുകൾ, സുന്നത്ത് നോമ്പുകൾ, ബിദ്അത്തല്ലാത്ത ഒരുപാട് നോമ്പുകൾ നമുക്ക് പഠിപ്പിക്കപ്പെടുന്നുണ്ട്. അതൊന്നും ചെയ്യുവാൻ സമൂഹത്തിൽ നിന്ന് താല്പര്യമില്ല. എന്നാലോ ഈ നിലയ്ക്ക് തങ്ങളുടെ ഉദരപൂർത്തീകരണത്തിന് വേണ്ടി പൗരോഹിത്യം കെട്ടിയുണ്ടാക്കിയ ഈ രൂപത്തിലുള്ള ഹദീസുകൾ, ദഈഫായ ഹദീസുകൾ വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ അവരുടെ കോട്ടിമാറ്റലുകൾക്ക് വിധേയമായ രൂപത്തിലുള്ള ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ ആളുകൾ വലിയ ആവേശം കാണിക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അള്ളാഹുവിന്റെ മതം അത് സുവ്യക്തമാണ്, പകല് പോലെ പ്രകാശപൂരിതമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് സ്ഥിരപ്പെട്ടതല്ലാത്ത ഒന്നും ചെയ്താൽ നാളെ പരലോകത്ത് അത് നമുക്ക് ഉണ്ടാവുകയില്ല എന്ന് മാത്രമല്ല, നന്മയെന്ന് വിചാരിക്കുന്ന ആ കാര്യങ്ങൾ മുഖേന നരകങ്ങൾക്ക് ലഭിക്കുവാൻ ഇത് കാരണമാകുമെന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് അത്തരം ബിദ്അത്തുകളിൽ നിന്ന് നമ്മൾ മാറി നിൽക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിലക്ക് സുന്നത്തനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കുകയും അള്ളാഹുവിന്റെ ദീൻ പഠിച്ചു മനസ്സിലാക്കി അതിനനുസൃതമായി ജീവിക്കുകയും ചെയ്യുന്ന അവന്റെ ഇഷ്ടദാസന്മാരിൽ അവരെ ഏവരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് മരിച്ചുപോയ ആളുകൾക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി
അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന, പ്രതിസന്ധികൾ കൊണ്ട്, അതുപോലെ തന്നെ ശാരീരികമായ, മാനസികമായ, പൈശാചികമായ, അതുപോലെ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ കൊണ്ട് പ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്കെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രയും വേഗം നല്ല തുറവി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഖൈറദ് ദുനിയ വഖൈറൽ ആഖിറ വസ്രിഫ് അന്നാ ശർറദ് ദുനിയ വശർറൽ ആഖിറ ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന وفي الآخرة حسنة وقنا عذاب النار. ربنا رب ارحمهما كما ربونا صغارا. صلى الله وسلم على نبينا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين.